ഹലോ. തിരക്ക് പിടിച്ച ഈ ലോകത്ത് സ്വയം നിങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റിവെക്കാൻ തീരുമാനിച്ചതിൽ ആദ്യം തന്നെ ഒരു ബിഗ് കൺഗ്രാറ്റ്സ് പറയാം. ഈ ഒരു സ്മോൾ മെഡിറ്റേഷൻ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. പുതിയ പുതിയ ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. ഇനി വരാൻ പോകുന്ന കുറച്ച് മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്ന ഒരു ചെറിയ സമയമാണ്. ബാക്കി എല്ലാ സമയവും നമ്മൾ ഭയങ്കര തിരക്കിലാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കാൻ പോവുകയാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് മിനിറ്റ്സിലേക്കാണ് നമ്മൾ ഈ കിടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് വളരെ റിലാക്സ്ഡായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് മാറാം. നമുക്ക് വേണമെങ്കിൽ ബെഡിൽ കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ഫോണ് കൈയകലത്തിൽ എത്താത്ത ദൂരത്ത്, കുറച്ച് ദൂരത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം. ഇയർഫോൺ വെച്ച് കേൾക്കാം, അല്ലെങ്കിൽ വോളിയം കൂട്ടി വെച്ചിട്ടും കേൾക്കാം. ഫോൺ നമുക്ക് അധികം അടുത്ത് വെക്കേണ്ട, ഫോണിൽ മാറ്റിവെച്ച് റിലാക്സ് ചെയ്ത് വളരെ കാമായിട്ട് ഒന്ന് ഇരിക്കും. അപ്പോൾ നിങ്ങളങ്ങനെ കംഫർട്ടബിളായി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം പതിയെ കണ്ണൊന്ന് അടയ്ക്കുക. പതിയെ കണ്ണടച്ച് റിലാക്സ് ചെയ്യുക. ഇനി നമ്മൾ മെല്ലെ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോവാണ്. വളരെ സ്ലോ ആയിട്ട് ഇൻഹേൽ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് സെക്കൻഡുകൾ, ഒരു 2 or 3 സെക്കൻഡ്സ് ആ ബ്രെത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അതുപോലെ എക്സെയിൽ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുക. ജെന്റ്ലി ഇൻഹേൽ ചെയ്യുക, എക്സെയിൽ. വളരെ സ്ലോലി ഇൻഹേൽ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, എക്സ്ഹേൽ. നമുക്ക് പതിയെ കുറച്ച് ഡീപ്പ് ബ്രെത്ത്സ് എടുക്കാൻ നോക്കാം. അപ്പോൾ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യാൻ നോക്കി. അതായത് നമ്മൾ നമ്മുടെ മൂക്കിലേക്കൂടെ ഡീപ്പ് ബ്രെത്ത് ഇൻഹേൽ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് വായിലേക്കൂടെ എക്സ്ഹേൽ ചെയ്യുക. ഇത് 2-3 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഡീപ്പ് ബ്രെത്ത് ഒന്ന് ഇൻഹേൽ ചെയ്യുക, ഹോൾഡ്, എക്സ്ഹേൽ, ഇൻഹേൽ, ഹോൾഡ്, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, ഹോൾഡ്, എക്സ്ഹേൽ. ഇത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പം നമ്മുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നതും, ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നതും, എക്സ്ഹേൽ ചെയ്യുമ്പോൾ ലങ്സ് കോൺട്രാക്ട് ചെയ്യുന്നതും ഒന്ന് ഫീൽ ചെയ്യുക. സ്ലോലി ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ റിലാക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ നമ്മുടെ ബോഡീനെ ഒന്ന് അനലൈസ് ചെയ്യാം, അല്ലേ? നമ്മുടെ ബോഡിയിൽ ചില സ്ഥലത്ത് നമുക്ക് ടൈറ്റ്നസ് അല്ലെങ്കിൽ ടെൻഷൻ ഒക്കെ തോന്നുന്നുണ്ടാവും. ചില സ്ഥലത്ത് നമുക്ക് ചെറിയ ടിക്ലിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ചില സ്ഥലത്ത് നമ്മളിങ്ങനെ ഒന്ന് അനക്കി നോക്കാൻ തോന്നുന്നുണ്ടാവും, ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നത് പോലെ തോന്നും. അപ്പം അങ്ങനെ പല പല ഫീലിങ്സ് ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അതൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബോഡീനെ ഒന്ന് താങ്ക് ചെയ്യുക. നമ്മൾ ഇത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്നതിന് ബോഡീനോട് ഒന്ന് താങ്ക് ചെയ്യുക, ഒന്ന് നന്ദി പറയുക. നമ്മൾ ബോഡീനെ ഇത്രയും നന്നായിട്ട് നോക്കുന്നതിന് നമ്മൾ ബോഡീനോട് തന്നെ ഒരു തരത്തിലുള്ള താങ്ക്സ് ഗിവിംഗ് ആണ് ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ പല സ്ഥലത്തേക്കും പോയേക്കാം, അതിങ്ങനെ വാണ്ടർ ചെയ്തേക്കാം. അതൊന്നും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മുടെ ഫോക്കസൊക്കെ നഷ്ടപ്പെട്ടു പോവാം. അതൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യരാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് മനസ്സിനോട് പറയുക. നമ്മുടെ ഫോക്കസ് പോയി എന്ന് തോന്നുമ്പോൾ മൈൻഡിനെ തിരികെ പിടിച്ച് നമ്മളെ ബ്രെത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ശ്വാസം അടയ്ക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതിലേക്കും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരികെ നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരിക. അതാണ് ചെയ്യേണ്ടത്. ഇനി പതിയെ ഇന്നത്തെ ദിവസം നമ്മളെ സന്തോഷിപ്പിച്ച്, ചിലപ്പോൾ ഒരു ചെറിയ കാര്യമായിരിക്കും,
ചിലപ്പോൾ വീട്ടിൽ വന്ന ഉടനെ ഒരു ചായ കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ വഴിയിൽ കണ്ട ആരെങ്കിലും നമ്മുടെ സ്നേഹത്തോടൊന്ന് ചിരിച്ചതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കാം. നമ്മൾ ഇന്ന് ഹാപ്പി ആക്കിയ ഒരു ചെറിയ കാര്യം ഒന്ന് ആലോചിക്കുക. ആ ഫീലിങ്സ്, ആ സന്തോഷം നമ്മുടെ ബോഡിയിൽ ഫുള്ളിങ്ങനെ നിറയുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. ബ്രെത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഹാപ്പിനെസ് നമ്മളെ ഹെഡ് മുതൽ ടോ വരെ, തല മുതൽ കാൽപാദം വരെ ആ ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു ഫീലിങ്സിൽ മാത്രം ഇരിക്കുകയാണ്. ഫുൾ നമ്മുടെ ബോഡി, മൈൻഡ് എല്ലാം കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി ആയിരിക്കുകയാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ അതിയെ നമ്മളെ മൈൻഡിനെ നമ്മൾ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാം. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അതെന്താണെന്ന് ആലോചിച്ച് ആ ഒരു കാര്യം ഇങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ചിലപ്പോൾ വളരെ ചെറിയ കാര്യമാകും. ഫോർ എക്സാമ്പിൾ, ഞാനിന്ന് നേരത്തെ ഉറങ്ങാൻ കിടക്കുന്നു, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അത് മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഇനി അതിലേക്ക് കുറച്ച് സമയം ഒന്ന് ഫോക്കസ് ചെയ്യുക. നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി കംപ്ലീറ്റ്ലി അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ഡീപ്പ് ബ്രെത്ത്സ് എടുക്കാം. അപ്പോൾ ഒന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ഇൻഹേൽ ചെയ്യുക. ബ്രീത്ത് ഇൻ, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുക. എക്സേൽ, ഇൻഹേൽ, hold and exhale. Inhale, hold and exhale. ലാസ്റ്റ് ആയിട്ട് ഒരു വെരി ഡീപ്പ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നന്നായിട്ടൊന്ന് ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ, ഹോൾഡ്, എക്സേൽ. ഇനി നമുക്ക് പതിയെ നമ്മൾ ചുറ്റുപാടിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മൾ ഇത്രയും നേരം ചെയ്ത മെഡിറ്റേഷനൊക്കെ ഒന്ന് മാറ്റിവെച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരിക. നമ്മുടെ ചുറ്റുപാടിലേക്കൊക്കെ ഒന്ന് തിരിച്ചു വരിക. ഇനി പതിയെ നിങ്ങളെ കണ്ണുകളൊന്ന് തുറക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരു 5 മിനിറ്റെങ്കിലും മാറ്റിവെക്കാൻ തീരുമാനിച്ചതിൽ നിങ്ങളോട് തന്നെ നന്ദി പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു എനർജിയും ഭയങ്കര ഒരു റിഫ്രഷ്നെസ്സൊക്കെ തോന്നുന്നുണ്ടാവും. ഇത് ഡെയിലി രാവിലെ ഒരു 5 മിനിറ്റൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ടൈം, നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്നപ്പോൾ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യുക, സേവ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതുപോലത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ലൈഫിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.